ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ബൈബിളിലെ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ യേശു തന്റെ ജീവിത ദൗത്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നു. ആ വാക്കുകൾ വെറും ഒരു മതപരമായ പ്രഖ്യാപനമല്ല, മറിച്ച് മാനവികതയുടെ വിളംബരമാണ്. ദരിദ്രർക്ക് സുവിശേഷം അറിയിക്കുക, ബന്ധിതർക്ക് വിടുതൽ പ്രഖ്യാപിക്കുക, അന്ധർക്ക് കാഴ്ച നൽകുക, മർദ്ദിതരെ സ്വതന്ത്രരാക്കുക. നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതിന് വലിയ പ്രസക്തിയുണ്ട്. ഇന്ന് പലരും പലതരം തടവറകളിലാണ്. മാനസികമായ വിഷമങ്ങൾ, ലഹരിയോടുള്ള അടിമത്തം, അല്ലെങ്കിൽ ഒറ്റപ്പെടൽ. ഈ വചനം നമ്മോട് പറയുന്നത് ആരും ഉപേക്ഷിക്കപ്പെട്ടവരല്ല, എന്നാൽ കണ്ണുണ്ടായാൽ മാത്രം പോരാ, മറ്റുള്ളവരുടെ വേദന കാണാനുള്ള മനസ്സുകൂടി ഉണ്ടാകണം എന്ന വലിയൊരു പാഠം ഇത് നൽകുന്നു. പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പുന്നതും അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്നതും തളർന്നു പോയവർക്ക് കൈത്താങ്ങാവുന്നതുമാണ് യഥാർത്ഥ ദൈവിക പ്രവർത്തനമെന്ന് ഈ വരികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ സന്ദേശം നമ്മെ ഒരു നല്ല മനുഷ്യനാകാൻ പ്രേരിപ്പിക്കട്ടെ. നമുക്ക് ചുറ്റുമുള്ളവർക്ക് ഒരു നന്മയാകാൻ, അവർക്കൊരു പ്രത്യാശയുടെ വെളിച്ചമാകാൻ നമുക്ക് സാധിക്കണം. സമാധാനവും സ്നേഹവും നിറഞ്ഞ ഒരു ലോകം കെട്ടിപ്പടുക്കാൻ ഈ വചനങ്ങൾ നമുക്ക് വഴികാട്ടിയാകട്ടെ. നന്ദി.